പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തുടർന്നുള്ളതാകുന്ന അല്പസമയം ഞങ്ങൾ അങ്ങയുടെ തിരുവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുന്നത് അടിയങ്ങൾക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും ആത്മീയ വർധനവിനും കാരണമായി തീരണം. ദൈവ തിരുനാമം അടിയങ്ങളിൽ മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 19 20 വാക്യങ്ങൾ വായിക്കാം. 1 Corinthians chapter 6 verses 19 and 20. Praise the Lord. കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം. പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ് അധ്യായത്തിലുള്ളത്. അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പോൾ ഈസ് റൈറ്റിംഗ് അഗെയിൻസ്റ്റ് ലോ സ്യൂട്ട്സ് അമംഗ് ദ ബ്രദറൻ. അന്യോന്യം വഴക്കുണ്ടാക്കി കേസ് കൊടുക്കാനായിട്ട് ലോക കോടതിയുടെ മുൻപിൽ സഹോദരന്മാർക്കെതിരെ കേസ് കൊടുക്കുന്നവരെക്കുറിച്ചുള്ള ശക്തമാകുന്ന നിശ്ചിതമാകുന്ന ദൈവ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമാകുന്ന ഒരു ഇൻജങ്ഷൻ, ഒരു വ്യക്തമാകുന്ന ഓർഡർ, ദൈവത്തിൻ്റെ വ്യക്തമാകുന്ന സന്ദേശമാണ് ആ ആദ്യത്തെ പ്രാരംഭവാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. 12 മുതൽ 20 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ ഓർത്തിരിക്കാനായിട്ട് പറയാം. ആദ്യത്തെ വിഷയം ലോ സ്യൂട്ട്സ് ആണെങ്കിൽ ഈ 2ാമത്തെ വിഷയം എന്നുള്ളത് ലൂസ് ലിവിങ്, കുത്തഴിഞ്ഞ ജീവിതം. ആ കാര്യം നിങ്ങൾ വീട്ടിൽ പോയി ആ വേദഭാഗം 12 മുതൽ താഴോട്ട് വായിച്ചാൽ ആ കാര്യം വ്യക്തമാകുന്ന. What are the 2 subjects of 1 Corinthians chapter 6? Lawsuits and നിങ്ങൾ പറ ലൂസ് ലിവിങ്. നിങ്ങൾ വേറെങ്ങാണ്ടാന്ന് എനിക്ക് തോന്നി, ഞാനാ ചോദിച്ചേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 2 വിഷയങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ കൊരിന്തിലുള്ളതാകുന്ന വിശുദ്ധന്മാരോട് പറയുന്നത്. നമ്മൾ വായിച്ചതാകുന്ന വേദഭാഗം നമുക്ക് വളരെ പരിചിതമാണ്. നിങ്ങളുടെ ശരീരമെന്നുള്ളത് അതെന്താകുന്നു? അത് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്, ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ശരീരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിശ്ചയമായിട്ടും ഈ ജഡശരീരത്തെയാണ്. ആ ജഡശരീരം എന്താണെന്നും അതിനെ ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുമാണ് പൗലോസ് പറയുന്നത്. മുകളിൽ പല കാര്യങ്ങൾ നമ്മൾ കാണും. അബ്യൂസ് ഓഫ് ദിസ് ബോഡി, അതിനെ അബ്യൂസ് ചെയ്യുന്ന, അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം മാത്രമേ അവിടെ എടുത്ത് പറയുന്നുള്ളെങ്കിലും നമ്മുടെ ശരീരത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുവാൻ കഴിയും. ഈ കാരണം കൊണ്ടാണ് ദൈവജനം നമ്മുടെ ശരീരത്തെ നന്നായി സൂക്ഷിക്കേണ്ടത്. അത് ഞാൻ പറയുന്ന മുൻപോട്ടുള്ള കാര്യങ്ങളിൽ ആ കാര്യം നിങ്ങൾക്ക് വ്യക്തമാകും. എന്താണ് അതിൻ്റെ അർത്ഥമെന്നും ദൈവം ഈ ശരീരത്തിൽ കൂടെ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നും എല്ലാം വ്യക്തമാകുന്ന ഉപദേശം വേദപുസ്തകത്തിലുണ്ട്. പുതിയ നിയമത്തിൽ ദൈവസഭയ്ക്കുള്ള ഉപദേശത്തിൽ, ലേഖനങ്ങളിൽ വളരെ വ്യക്തതയോടെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് എന്നുള്ളതും നമ്മൾ ഗ്രഹിക്കണം. കൊരിന്തിൽ അവർക്കൊരു പ്രത്യേക ചിന്താഗതി ഉണ്ടായിരുന്നു. കൊരിന്ത് എന്നുള്ള പട്ടണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞപ്പോൾ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ, യവന സംസ്കാരത്തിൻ്റെ ആ
ഇൻഫ്ലുവൻസിൽ, അതിൻ്റെ സ്വാധീനതയിൽ പെട്ട ദേശങ്ങളിൽ ഒന്നായിരുന്നു കൊരിന്ത്. അതുകൊണ്ട് തന്നെ യവനന്മാരുടെ, ഗ്രീക്കുകാരുടെ തത്വചിന്തകളൊക്കെ ഇവരുടെ ചിന്തകളെ വളരെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതിലൊരു തത്വചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെക്കുറിച്ച് ഗ്രീക്കുകാരുടെ കാഴ്ചപ്പാട്. അവരിൽ പ്രമുഖനാകുന്ന പ്ലേറ്റോയുടെ ചിന്തയനുസരിച്ച്, ഞാൻ ഇനി പറയാൻ പോകുന്നത് കാണാ പഠിക്കുകയൊന്നും വേണ്ട, അദ്ദേഹം പറഞ്ഞത് സോമ സേമ എസ്റ്റിൻ. സോമ സേമ എസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ദ ബോഡി ഈസ് എ ടൂംബ്. ദ ബോഡി ഈസ് എ ടൂംബ്. ശരീരമെന്ന് പറയുന്നത് ഒരു ശവക്കല്ലറയാണെന്നും ഈ കല്ലറയ്ക്കുള്ളിൽ ആത്മാവെന്ന ആ ദൈവത്തിങ്കൽ നിന്ന് വന്ന ആ ഘടകം ഇങ്ങനെ വീർപ്പ് മുട്ടി കഴിയുകയാണെന്നും ഒക്കെ അവർ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഈ പഠിപ്പിക്കൽ രണ്ട് നിലകളിലുള്ള എക്സ്ട്രീം ചിന്താഗതികളിലേക്ക് അവരെ നയിച്ചു. ആ രണ്ട് എക്സ്ട്രീം എന്താണെന്ന് ഞാൻ പറയാം. ഒരു എക്സ്ട്രീം, ശരീരം ആത്മാവിന് തടസ്സമായിരിക്കുന്ന, അല്ലെങ്കിൽ ആത്മാവ് എങ്ങനെയും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആ ശവക്കല്ലറയായതുകൊണ്ട് ഈ ഫിസിക്കൽ ബോഡിയെ എങ്ങനെയെങ്കിലുമൊക്കെ ദണ്ണിപ്പിച്ച് അതിനെ എന്തെല്ലാം ചെയ്യാമോ, അതിൻ്റെ പാഷൻസ്, അതിൻ്റെ ചിന്തകൾ അതില്ലാതെയാക്കാൻ എന്തൊക്കെ ഒരുവന് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണമെന്ന് അവർ പഠിപ്പിച്ചു. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന അസെറ്റിസിസം. ഇത് ഹൈന്ദവ പുരാണങ്ങളുമായിട്ട് അല്പം ബന്ധമുള്ളത്. അതുകൊണ്ടാണ് ഹൈന്ദവ പുരാണങ്ങളിൽ മഹർഷിമാർ പോയിരുന്ന് അവർ വരം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ തപസ്സിരുന്നിട്ടുണ്ട്. പുരാണങ്ങളനുസരിച്ച് ഒരിക്കൽ ഒരു മഹർഷി ഒത്തിരി വർഷം തപസ്സിരുന്നപ്പം ദേവന്മാരെല്ലാം കൂടെ ചിന്തിച്ചു, ഇവൻ തപസ്സിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം അതുകൊണ്ട് ഇവനെ അങ്ങനെ വിടാൻ പറ്റുകയില്ല. അതുകൊണ്ട് ബ്രദർ മനോജിനൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് പെട്ടെന്ന്. അതുകൊണ്ട് അവർ ചിന്തിച്ചു, ഇവൻ്റെ താപസ് എങ്ങനെയും മുടക്കാനായിട്ട് അവർ കണ്ടെത്തിയ വഴി ഏതാണെന്നറിയാമോ? സ്വർഗത്തിൽ ഒത്തിരി അപ്സര കന്യകകളുണ്ട്. അതിൽ എനിക്ക് തോന്നേ പേരൊന്നും പറഞ്ഞില്ലെങ്കിലും കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു കന്യകയെ ഈ തപസ് ചെയ്യുന്ന മുനിയുടെ മുൻപിലോട്ട് അയച്ചു. അവൾ ചെന്ന് ഡാൻസ് ഒക്കെ ചെയ്ത് അദ്ദേഹം ഡിസ്ട്രാക്റ്റഡായി. അപ്പോൾ നോക്കണം, എത്രയോ വർഷങ്ങൾ അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നും, ഇത് ഹൈന്ദവ പുരാണമാണ്, ജയം നേടാനായിട്ട് തപസ്സിരുന്നവൻ ഒരു നിമിഷം കൊണ്ട് ഡിസ്ട്രാക്റ്റഡായി. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, കൊലോസ്യ ലേഖനത്തിൽ ഇതിന് തത്തുല്യമാകുന്നൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ശരീരദണ്ഡനത്തിലും, നോക്ക, ശരീരദണ്ഡനത്തിൽ ഇംഗ്ലീഷിൽ വളരെ ക്ലിയറാ. harsh treatment of the body, but even if you treat it so harshly, it doesn't have any effect in restraining the law nature of yourself. നോക്കുക, ഇത് ശരീരത്തെ ദണ്ഡിപ്പിച്ചാലും, എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നന്നായിരിക്കും. കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? സഭായത്തിന് വരുന്നതിന് മുമ്പേ അവരുടെ തലയെ കൈവച്ച് അങ്ങ് പ്രാർത്ഥിക്കണം, കർത്താവേ ഈ കുഞ്ഞ് ശാന്തതയോടെ മിക്കവാറും. അപ്പോൾ ഒരു ചിന്ത ബോഡിയെ ദണ്ണിപ്പിച്ച് അടിമയാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരീരത്തെ അങ്ങ് പട്ടിണിയിട്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്മേൽ ജയം കിട്ടുമെന്നൊരു ചിന്ത. നോ. മറ്റൊരു ചിന്ത, മറ്റൊരു എക്സ്ട്രീം, അവരുടെ ചിന്ത ഇതായിരുന്നു, ശരീരം എനിവേ
ഒരു ശവക്കല്ലറയല്ലേ. ആത്മാവാണ് പ്രാധാന്യം. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് എന്നോ ചെയ്താലും ഒരു കുഴപ്പമില്ല. മനസ്സിലാക്കണേ. രണ്ടാമത്തെ ചിന്ത ഇതാ, ഈ ശരീരം കൊണ്ട് എന്തോ ചെയ്താലും അത് നിത്യതയെ ബാധിക്കുന്നില്ല. ശരീരവും ആത്മാവുമായിട്ട് ഒരു ബന്ധവുമില്ല. ശരീരത്തിൽ എന്തോ വേണേ ചെയ്യാം, എങ്ങനെ വേണേ ജീവിക്കാം, എന്ത് അശുദ്ധിയും അധർമ്മപ്രവൃത്തിയും ചെയ്യാം, ഒരു കുഴപ്പവും വരത്തില്ല. കാരണം ആത്മാവ് ശുദ്ധമാണ്. ആത്മാവെന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ പാർട്ടാ, ശരീരമെന്ന് പറയുന്നത് മെറ്റീരിയൽ പാർട്ടാ. അപ്പോൾ ഇമ്മെറ്റീരിയൽ ആൻഡ് മെറ്റീരിയൽ, അക്ഷരീകമായിട്ടുള്ളതും അദൃശ്യമായിട്ടുള്ളതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് നിത്യതയെ ഇത് ബാധിക്കുന്നതല്ല എന്ന ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വന്നു. ആ ചിന്ത വന്നതുകൊണ്ട്, അങ്ങനെ ഒരു പഠിപ്പിക്കൽ, അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു ഉപദേശം വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവർ നമ്മൾ വായിക്കുന്ന ഈ കാര്യങ്ങളിലേക്ക് അവർ വീണു. വീട്ടിൽ പോയി വായിച്ചാൽ മതി. അപ്പോൾ ആ ഒരു മിസ്കൺസെപ്ഷൻ, അതായത് കൊരിന്ത്യരുടെ ചിന്തയിൽ ഫിസിക്കൽ ബോഡി ഡസൻറ്റ് ഹാവ് എനി ഇറ്റേണൽ സിഗ്നിഫിക്കൻസ്. ശരീരത്തിന്, നമ്മുടെ ഈ ജഡശരീരത്തിന് നിത്യതയോടുള്ള ബന്ധത്തിൽ അതിന് യാതൊരു പ്രാധാന്യവുമില്ല എന്ന ആ കൊരിന്ത്യരുടെ ആ ചിന്തയെയാണ് ഇവിടെ അപ്പോസ്തലനാകുന്ന പൗലോസ് വളരെ വ്യക്തതയോടെ ഖണ്ഡിക്കുന്നത്. അവരുടെ ഇടയിലുണ്ടായിരുന്ന ആ ചിന്ത നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ 15-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് പിടികിട്ടും. നോക്കുക, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക. നോക്കിയേ, അപ്പൊ ഈ ശരീരം ഉയർക്കപ്പെടുന്നതല്ലെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത വരെ അവരിൽ വന്നു. വരുന്ന ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയില്ലല്ലോ. വരുന്ന ജീവിതം പ്രാധാന്യമില്ലാതായാൽ ഏത് ലെവൽ വരെ മനുഷ്യൻ താഴുമെന്നുള്ളതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. വരാൻ പോകുന്ന കാര്യങ്ങളിൽ നിത്യത പ്രാധാന്യമില്ലാത്തതായാൽ മനുഷ്യൻ ഏത് ലെവൽ വരെ പോകുമെന്നുള്ളതിൻ്റെ വ്യക്തമാകുന്ന ഉദാഹരണം അവിടെ വായിക്കുന്നത്. എന്ത്? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. കാരണം എന്തുവാ? നാളെ ചാവുമല്ലോ. അപ്പൊ അനേക ആൾക്കാർക്കും ഈ ലോകത്തിൽ ഇപ്പോഴുള്ള കാര്യങ്ങളാണ് പ്രാധാന്യം. ഈ ലോകത്തിൽ ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സഭായോഗത്തിന് വരുന്നത് തന്നെ. അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാനോ, ഇപ്പോഴത്തേതിനു വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്, നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ നിത്യത പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ടാണ് ഈ പുൾപിറ്റിൽ നിന്നും എന്നും നിത്യതയെക്കുറിച്ച് പറയുന്നത്. അതിനെക്കുറിച്ച് വളരെ കംപ്ലൈൻ്റ് ഉള്ളവരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാ? യു ഹാവ് ടു സഫർ ദിസ്, യു ഹാവ് ടു ബെയർ ദിസ് മാൻ ഫോർ ഫ്യൂ മോർ മേ ബി ഡേയ്സ് ഓർ വീക്സ് ഓർ മന്ത്സ്, വാട്ട് എവർ. പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ ഒക്കെയല്ല. കാരണം വേദപുസ്തകത്തിൻ്റെ ഉപദേശം നിത്യത. പൗലോസ് പറയുന്ന വിഷയം, ഈ ശരീരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയിൽ നമ്മുടെ സമ്പൂർണ്ണ മനുഷ്യനെ ഉദ്ധരിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൽ നമ്മുടെ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവും, ഈ 3 ഘടകങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ വേദഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുവാനാണ് താല്പര്യപ്പെടുന്നത്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ. നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളെ മുഴുവനും, the whole person, completely, through and through,
let you be completely sanctified and മുഴുവനും നിങ്ങളെ ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മുഴുവനും എന്നതിൻ്റെ വിശദീകരണമാണ് അടുത്ത വാക്യങ്ങൾ. വായിച്ചേ. നിങ്ങളുടെ ആത്മാവും പിന്നെ പ്രാണനും. നോക്കിയേ, ആ ഓർഡർ മനസ്സിലാക്കണം. ഒന്ന്, നിങ്ങളുടെ ആത്മാവ്. രണ്ട്, നിങ്ങളുടെ പ്രാണൻ അല്ലെങ്കിൽ ദേഹി. മൂന്ന്, നിങ്ങളുടെ ശരീരം. ഈ മൂന്ന് ഘടകങ്ങളും സമ്പൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട്, ശ്രദ്ധിക്കണേ, ഈ മൂന്ന് ഘടകങ്ങളും സമ്പൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പൊ പൗലോസിന് ഈ കഷ്ടതയും പ്രയാസത്തിലും കടന്നു പോകുന്ന സഭക്കാരോട് ഉള്ള ഉപദേശവും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഇത് തന്നെയായിരുന്നു. നോക്കണേ, അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളല്ല പൗലോസിന് വിഷയം. അതൊക്കെ ദൈവത്തിന് ചെയ്തു തരാൻ ഒരു പ്രശ്നവും ഇല്ലെന്ന്, ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് പൗലോസിനറിയാം. എന്നാൽ ഈ പറഞ്ഞ കാര്യം സമ്പൂർണമായും നമ്മിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പൂർണമാകുന്ന താല്പര്യവും സമർപ്പണവും കൂടിയേ തീരൂ. ദൈവം ആരെയും ഇത് അടിച്ചേൽപ്പിക്കുന്നില്ല. മനസ്സിലായോ? ഇതാരെയും അടിച്ചേൽപ്പിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിനുവേണ്ടി ഒരുക്കപ്പെടണം എന്നാകുന്നു എൻ്റെ പ്രാർത്ഥന. കാരണം മറ്റേ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ബാക്കി ഏത് കാര്യവും സിമ്പിളാ ദൈവത്തിന്. ഇത് എന്തുകൊണ്ട് സിമ്പിൾ അല്ലെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കാരണം മനസ്സിലാക്കണം. നമ്മുടെ അനുവാദം കൂടാതെ, നമ്മുടെ സമർപ്പണം കൂടാതെ, നാം ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവം നമ്മിൽ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കാര്യം വളരെ പ്രാധാന്യമായിരിക്കുന്നത്. അപ്പം നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം അനന്യമായി സമ്പൂർണ്ണ വിശുദ്ധീകരണത്തോടുകൂടെ കാക്കപ്പെടണമെങ്കിൽ നാം വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണണം. പ്രിയരെ, ഈ പ്രശ്നം ദേഹം, ദേഹി, ആത്മാവ്, അതിനെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞങ്ങ് പോകാം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. റോമർ 5:19 നമ്മൾ വായിക്കുന്നു, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകര് പാപികളായി തീർന്നു. അത് നിമിത്തം മരണം നമ്മിൽ വാണു. എന്നാൽ ഏകന്റെ അനുസരണത്താൽ നാം ജീവനിൽ വാഴും എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആദാമിൽ എന്താ സംഭവിച്ചത്? ആദാമിൽ സംഭവിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ദേഹം, ദേഹി, ആത്മാവ്, ഈ മൂന്ന് ഘടകങ്ങളിലും ആദാമിൽ കൂടെ മനുഷ്യവർഗത്തിന് വലിയ വിപത്തിലേക്ക് അവർ വലിച്ചിഴക്കപ്പെട്ടു. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. ആദാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷെ ഇത് തിന്നു കഴിഞ്ഞിട്ടും അവൻ്റെ മൊത്തം ആയുഷ്കാലം എത്ര? 930. 930 വർഷം ആദാം ജീവിച്ചിരുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞ ഈ വാക്ക് എങ്ങനെ ആദാമിൽ നിവൃത്തിയായത്? നാം മനസ്സിലാക്കണം, ആദാമിൽ ആ നിമിഷം തന്നെ അത് സംഭവിച്ചു. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു? യഹോവയാകുന്ന ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആദാം ഓടി ഒളിച്ചു എന്ന് പറഞ്ഞാൽ അതുവരെ
ദൈവവുമായിട്ട് ആദാമിന് ബന്ധമുണ്ടായിരുന്നു. തിന്ന നിമിഷം ദൈവവുമായിട്ടുള്ള ബന്ധം അറ്റുപോയി. അതെവിടെയാ സംഭവിച്ചത്? അത് സംഭവിച്ചത് അവൻ്റെ ആത്മാവിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുവൻ യേശുക്രിസ്തുവിലാകുമ്പോൾ ആദ്യം ആദാമിൽ എന്ത് സംഭവിച്ചോ അതിൻ്റെ റിവേഴ്സൽ ആദ്യം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പാപിയിൽ സംഭവിക്കുന്നു. എന്താണത്? എഫേസ്യ ലേഖനം 2:2, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. നോക്കിക്കേ, അപ്പോൾ ആദാമിൽ ദൈവിക സംസർഗത്തിൽ നിന്നും അവൻ അന്യപ്പെട്ടു പോയി എന്ന ആത്മീക മരണം സംഭവിച്ചു. ഏകമനുഷ്യന്റെ അനുസരണക്കേടിനാൽ അത് സംഭവിച്ചെങ്കിൽ ഏകമനുഷ്യൻ അനുസരിക്കാൻ കടന്നു വന്നപ്പോൾ ആദ്യം സംഭവിച്ചത് ദൈവവുമായിട്ടുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. മൃതമായിരുന്ന നമ്മുടെ ആത്മാവിനെ ദൈവം ഉയർപ്പിച്ചു. രണ്ടാമത് സംഭവിച്ചതെന്ത്? രണ്ടാമത് സംഭവിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. ആസ് എ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് സിൻ, ദൈവം പറയുന്ന ശാപവചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പാമ്പ് ശപിക്കപ്പെട്ടു, ഭൂമി ശപിക്കപ്പെട്ടു, സ്ത്രീ ശപിക്കപ്പെട്ടു, മനുഷ്യൻ ശപിക്കപ്പെട്ടു. ഈ ശാപത്തിന്റെ ഫലമായി ഉണ്ടായ സകല കാര്യങ്ങളോട് എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ എടുത്തു വായിച്ചാൽ മതി, വീട്ടിൽ പോയി. അതിൻ്റെ ആ പ്രത്യേക അല്ലെങ്കിൽ ആ 3-ാമത്തെ അധ്യായം തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോഴവൻ്റെ ശരീരത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിനു മുൻപ് തന്നെ അവൻ്റെ ദേഹിയിൽ എന്ത് സംഭവിച്ചു? ഉൽപ്പത്തി പുസ്തകം 6:5 അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങൾ എപ്പോഴും ദോഷമുള്ളത്. അപ്പോൾ പാപത്തിന്റെ ഡിറക്റ്റ് റിസൾട്ടായിട്ട് ആദ്യം സംഭവിച്ചത് 2 സഹോദരന്മാർ യാഗം കഴിക്കാൻ പോയി. യാഗം കഴിക്കാൻ പോയപ്പോൾ ഒരുത്തൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു, മറ്റവൻ്റെ യാഗത്തിൽ. അപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ആദ്യം എവിടാ തുടങ്ങിയത്? ശ്രദ്ധിച്ചേ. അവൻ്റെ ദേഹി, അവൻ്റെ പ്രാണനിൽ, അവൻ്റെ വികാരങ്ങളുടെ ഇരിപ്പിടമാകുന്ന ആ സ്ഥലത്ത് വിദ്വേഷം തുടങ്ങി, പക തുടങ്ങി, ദേഹി വഷളായി തീർന്നു. അപ്പോൾ ആത്മാവ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നഷ്ടപ്പെട്ടു. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണേ. അല്പം ഞാൻ പതുക്കെ പറയുന്ന എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ആത്മാവ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പോയി ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അതാ സംഭവിക്കുന്നത്. ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായി നമ്മെ ഉയർപ്പിക്കുന്നു. 2, ആ പകയും പിണക്കവും വിദ്വേഷവും ക്രോധവും ജാരസംഖ്യയും വെറിക്കൂത്തും മദ്യപാനവും ദ്വന്ദ്വപക്ഷവും ഇതിൻ്റെ എല്ലാം ഇരിപ്പിടമായിരിക്കുന്ന വഷളായി തീർന്ന ദേഹി വിശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങിയ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദേഹിയുടെ വിശുദ്ധീകരണം വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ 2-ാം വാക്യത്തിൽ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതൊന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പോ ലോകത്തിന് അനുരൂപമാകുന്ന നമ്മുടെ ആദ്യത്തെ ഘടകം നമ്മുടെ മനസ്സാ. മനസ്സിലായോ? ജഡത്തിന് വശംവദരാകുക എന്ന് പറയുന്നത് പുറമേ കാണുന്നതിന് മുൻപേ മനസ്സിലാ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് ഉള്ളിൽ നിന്ന് ക്ലെൻസ് ചെയ്യപ്പെടാതെ പുറമെ ഒരു പുറഞ്ചട്ട ഇട്ടത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മാത്രമല്ല,
ഉള്ളിലിരിക്കുന്നതാ പുറത്തു വരുന്നതും. പുറമേ നമ്മൾ എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും, അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പുറമേ ഉള്ള കാര്യങ്ങൾക്കാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിക്കുന്നുണ്ട്, എന്തിനാ അങ്ങനെ മീശ വെച്ച് ഇത് എന്നൊക്കെ നമ്മൾ പറയും. അവിടെ അല്ല എൻ്റെ പ്രിയരെ പ്രശ്നം. ഇത് അകത്ത് കിടക്കുന്ന പ്രശ്നമാണ്. അകത്ത് കിടക്കുന്ന പ്രശ്നത്തിന് അകത്ത് നിന്ന് തന്നെ പരിഹാരം വരണം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അകത്ത് നിന്ന് പുറത്തോട്ടൊഴുകുകയാണ്. ദേഹിയുടെ വിശുദ്ധീകരണം സംഭവിക്കുന്നു. ഇത് ആദാമിൽ രണ്ടാമത് സംഭവിച്ചതായതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനിൽ ഇത് രണ്ടാമത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അതാ വിശുദ്ധീകരണം. ദേഹിയിൽ നമ്മൾ ചിന്തകളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ ഒരു വാക്ക് വരുന്നതിന് മുൻപേ അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശങ്ങളിൽ എല്ലാം ശുദ്ധീകരണം വരാനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അത് ചെയ്യുകയാണ്. നമ്മൾ വായിച്ച വാക്യം മറന്നു പോകരുത്. 1 തെസ്സലോനിക്കർ 5:23-24 പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, പിന്നെ അവൻ അത് നിർവഹിക്കും. ആരാ ചെയ്യുന്നത്? കർത്താവാ ചെയ്യുന്നത്. Only when you submit yourselves. നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് ചെയ്യുമെന്നാണ് എഴുതിയേക്കുന്നത്. പിന്നെ ഏറ്റവും അവസാനം നടന്നത് ഏതാണെന്നറിയാമോ? 930 വർഷം ജീവിച്ചിരുന്നിട്ടാണ് ആദാം മരിച്ചുപോയത്, അല്ലേ? ഭൂമിയിൽ നിന്ന് നീക്കപ്പെട്ടത് 930. ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. 930 വർഷം ജീവിച്ചിരുന്നിട്ടാണ്. അപ്പോൾ ഏറ്റവും അവസാനം സംഭവിച്ച കാര്യം ക്രിസ്തുവിലും ഏറ്റവും അവസാനമാണ് നടക്കുന്നത്. നോക്കുക, ആത്മാവിന് ജീവൻ കിട്ടുന്നു, ദേഹി വിശുദ്ധീകരിക്കപ്പെടുന്നു. ഏറ്റവും അവസാനം നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. രക്ഷിക്കപ്പെടുന്ന നിമിഷം അല്ല അത് സംഭവിക്കുന്നത്. അപ്പോഴും ഈ ജഡശരീരത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. അതിൻ്റെ സകല ആ പാപത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ സകല ഭവിഷ്യത്തുകളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ എല്ലാവരും അനുഭവിക്കുകയാണ്. എന്നാൽ ഇതിന് മാറ്റം വരുന്ന ഒരു ദിവസം വരുന്നു. അപ്പോൾ ആ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ദേഹമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഈ ശരീരത്തിലാണ് യേശു കർത്താവ് വന്ന് താൻ ജഡത്തിൽ വെളിപ്പെട്ടത്. നമ്മുടെ ശരീരം എങ്ങനായിരുന്നോ അതുപോലെ ഒരു ശരീരം തന്നെ. കർത്താവിന് ക്ഷീണിച്ചു, കർത്താവിന് ദാഹിച്ചു, കർത്താവിന് വിശന്നു, ഇല്ലേ? ഇതെല്ലാം വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്തെല്ലാം അനുഭവിക്കുമോ അത് മുഴുവൻ അനുഭവിക്കുന്ന ഈ ജഡശരീരത്തിലേക്ക് പാപം ഒഴികെ കർത്താവ് വന്നു. പക്ഷെങ്കിൽ സെയിമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ ഗ്രോവിങ് അപ്പ് പ്രോസസ്സിൽ എന്തൊക്കെ നമ്മൾ അനുഭവിച്ചോ അതെല്ലാം കർത്താവും അനുഭവിച്ചു. യെസ്, അതെല്ലാം കർത്താവും അനുഭവിച്ചു. ഇതെല്ലാം കർത്താവിൻ്റെ ജീവിതത്തിൽ വളരെ സത്യമായിരുന്നു. അപ്പോൾ യേശു ഈ ജഡശരീരത്തിൽ വന്നതുകൊണ്ടും പിന്നെ ഈ ശരീരത്തെ ദൈവം ഉയർപ്പിക്കും എന്നതുകൊണ്ടും ഈ ശരീരം ഈ ഭൂമിയിൽ തോന്നിയതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല തന്നേക്കുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിൽ ചെയ്യാനായിട്ടുള്ള ഉപകരണമായിട്ടാണ് ശരീരത്തെ ദൈവം തന്നേക്കുന്നത്. ഇതാ പൗലോസിൻ്റെ പഠിപ്പിക്കൽ, ഇതാ ദൈവവചനത്തിൻ്റെ പഠിപ്പിക്കൽ. ആ കാര്യം നമുക്ക് അല്പം കൂടെ വിശദമായിട്ട് നമ്മുടെ സമയത്തിനുള്ളിൽ നമുക്ക് ചിന്തിക്കാം. പ്രിയരെ, അതുകൊണ്ട് പൗലോസ് എന്താ ഇവിടെ പറയുന്നത്? അതിൻ്റെ 13-ാമത്തെ വാക്യം, അതിൻ്റെ 2-ാം ഭാഗം ഒന്ന് വായിച്ചേ. വേഴ്സ് 13, the second part. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. ബോഡി ഈസ് ഫോർ ദ ലോർഡ്. ഇപ്പൊ ശരീരം ആർക്ക് വേണ്ടിയിട്ടാ? കർത്താവിന്. ഈ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക്
നമ്മുടെ ആത്മാവുമായിട്ടൊരു ബന്ധവുമില്ലെന്ന് മിഥ്യാധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിക്കൊള്ളണം. നമ്മുടെ ശരീരം കർത്താവിനുള്ളതാണ്. വളരെ ക്ലിയറാണ്. എന്തുകൊണ്ടാണ് ശരീരം കർത്താവിൻ്റെതായിരിക്കുന്നത്? ആ കാര്യം കൂടെ ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ്. എന്താണ് അതിൻ്റെ കാരണങ്ങൾ? അതിൻ്റെ കാരണങ്ങൾ പൗലോസ് ഇവിടെ പറയാനായിട്ട് 2 സാദൃശ്യങ്ങൾ താൻ ഉപയോഗിക്കുന്നു. ഒന്ന്, നമ്മുടെ ശരീരമെന്നുള്ളത് ആലയമാണെന്നുള്ള സാദൃശ്യം പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ ആലയം. രണ്ടാമത്തെ സാദൃശ്യം, അടിമച്ചന്തയിൽ വിലയ്ക്ക് വാങ്ങപ്പെടുന്ന അടിമകളുടെ ഒരു ചിത്രം പറഞ്ഞിട്ട് ഇതുപോലെയാണ് കർത്താവ് നമ്മെ വാങ്ങിയതെന്ന് പറയുന്നു. 2 സാദൃശ്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ ആലയം എന്ന സാദൃശ്യം. 2, അടിമ എന്ന സാദൃശ്യം. ദൈവത്തിൻ്റെ ആലയം എന്ന സാദൃശ്യത്തിന് അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ടാണ്. അടിമ എന്ന സാദൃശ്യത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശുമായിട്ട്. നോക്കണം, അടിമയാകുന്നു നമ്മൾ, വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. ആ വിഷയം ബന്ധിപ്പിച്ചിരിക്കുന്നത് ക്രൂശുമായിട്ടും, ആലയമെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തിയാ പറഞ്ഞേക്കുന്നത്. ഞാൻ വിശദീകരിക്കാം. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്നു നമ്മൾ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണെന്നർത്ഥം. ദൈവത്തിൻ്റെ ആലയം എന്ന് ലേഖനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം സഭയെക്കുറിച്ചാണ്. സഭയെക്കുറിച്ചും സഭയുടെ അംഗങ്ങളായിരിക്കുന്ന, അവയവങ്ങളായിരിക്കുന്ന, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായിരിക്കുന്ന ദൈവമക്കളെക്കുറിച്ചുമാണ് ആലയം എന്ന വാക്കിനാൽ ലേഖനങ്ങളിൽ ഉടനീളം നമ്മൾ കാണുന്നു. എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിയിരുന്നേ, ആരും ഉറങ്ങരുതേ പ്ലീസ്. അപ്പൊ ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ ആലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളാ ദൈവത്തിൻ്റെ ആലയം. അതുകൊണ്ടാണ് ചർച്ചിൽ പോകുക എന്നുള്ള പ്രയോഗം പുതിയ നിയമപ്രകാരം ശരിയല്ല. കാരണം ഇതല്ല ചർച്ച്, ഇത് ബിൽഡിങ്ങാണ്. ഇതൊരു വെറും മണ്ണും കല്ലും സിമെന്റും ഉപയോഗിച്ച് കെട്ടിപ്പണിത ഒരു ബിൽഡിങ് മാത്രമാണ്. ഇതല്ല ആലയം, ഇതല്ല സഭ. സഭയെന്ന് പറഞ്ഞാൽ നമ്മളാ. അതുകൊണ്ടാണ് പുതിയ നിയമകാലത്തെ ആലയത്തിലെ ആരാധന ആത്മാവിലും സത്യത്തിലുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഏത് നിമിഷവും ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്ന നിലയിൽ. അങ്ങനെയെങ്കിൽ നമ്മൾ സഭായോഗത്തിന് വരുമ്പോൾ നമ്മൾ ആലയത്തിലേക്ക് പോകുകയല്ല, ആലയം കൊണ്ടുവരികയാണ്. അപ്പൊ ഇവിടുന്ന് പോകുമ്പോൾ ആലയവുമായിട്ട് നമ്മൾ പോകുന്നു. ആലയം കാർ ഓടിച്ച് പോകുന്നു, ആലയം ജോലിക്ക് പോകുന്നു, ആലയം സ്കൂളിൽ പോകുന്നു, ആലയം ചന്തയിൽ പോകുന്നു. ഇത് ഞാൻ വളരെ ഗൗരവത്തോടെ പറയുന്നേ. ഈ പോകുന്ന ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ആരാ? ആലയം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ആലയം ഇല്ലാതാകുന്നില്ല. ഇവിടെ നിന്ന് പോകുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് പോകുന്നില്ല. എല്ലാ സന്ദർഭത്തിലും, വീട്ടിലും, കിടക്കയിലും, പുറത്തും, ജോലി സ്ഥലത്തും എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാ. പ്രിയരെ,
നാം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാത്ത വീട് ഏതാ? ഭയങ്കര ആശയക്കുഴപ്പം നടന്നുകൊണ്ടിരിക്കുകയാണേലും പെട്ടെന്ന് ഉപദേശി കയറി വരുമ്പം അച്ചായൻ വിളിക്കും, മോളെ പെട്ടെന്ന് നമ്മുടെ പാസ്റ്ററിങ് വന്നു, പെട്ടെന്നൊരു ചായ ഇട്ടുകൊണ്ട് വന്നേ. നിങ്ങൾ ചോദിക്കും, ഇതെനിക്ക് എങ്ങനെ അറിയാമെന്ന്. ഞങ്ങൾ ഇതുപോലൊന്നും ചെയ്തിട്ടില്ലേലും ഏകദേശമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം. എന്താ? ഈ ഉപദേശിക്ക് എന്നാ വിലയുള്ളേ? ഒരു വിലയില്ല. ഈ ഉപദേശി നിങ്ങളുടെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേനും നിങ്ങളുടെ പെരുമാറ്റം മാറിയെങ്കിൽ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ ഒരു പ്രധാനപ്പെട്ട ആൾ വന്നപ്പോൾ എന്തു മാറി? പെരുമാറ്റം മാറി. മനസ്സിലാക്കണേ. അങ്ങനെയാണെങ്കിൽ മനസ്സിലായോ? എപ്പോഴും നമ്മിൽ വസിക്കുന്ന ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഹല്ലേലൂയ ദൈവപ്രസാദകരമല്ലാതെ ജീവിക്കാൻ കഴിയും? അതാ വിഷയം. അപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് പറയുമ്പോൾ ചുമ്മാ പറയുന്ന കാര്യമല്ല. You are the temple of God. Wherever you go, you are the temple of God. നാം എവിടെ പോയാലും ആരാ? ഈ ബോധ്യം ഉള്ളിൽ വരണം. ഞാൻ ദൈവത്തിൻ്റെ ആലയമാ, ദൈവം എന്നിലുണ്ട്. എൻ്റെ പാസ്റ്റർ വരുമ്പോഴോ, എൻ്റെ സഭയിലെ ഒരു അച്ചായൻ വരുമ്പോഴോ ആ പ്രവൃത്തി ഞാൻ ചെയ്യത്തില്ലെങ്കിൽ, ആ സംസാരം എന്നിൽ ഉണ്ടാകത്തില്ലെങ്കിൽ, അവരില്ലാത്തപ്പോൾ അധികമായി എന്നിൽ അതുണ്ടാകരുത്. കാരണം അവരിലും വലിയവനാകുന്ന ഒരുവൻ എന്നിൽ വസിക്കുന്നു. മനസ്സിലായോ? ഇതാ വിഷയം. അപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് പറഞ്ഞാൽ പൗലോസ് ഈ കോണ്ടെക്സ്റ്റിൽ, ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ അർത്ഥമാക്കുന്നത് ഇതാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം പ്രാധാന്യമുള്ളതാണ്. 2, അവിടെ പറയുന്ന ഒരു വിഷയം, നിങ്ങളെ വിലയ്ക്കു വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. ആ കാര്യവും വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ഈ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന പ്രയോഗം ദൈവവചനത്തിൽ, പുതിയ നിയമത്തിൽ അനേക ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. ബാക്കിയെടുത്തൊന്ന് വായിച്ചോ, കുഴപ്പമില്ല, സമയമുണ്ട്. ഗലാത്യർ 3:13, 4:5, വെളിപ്പാട് 5:9, 14:3. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, നമ്മെ വിലയ്ക്ക് വാങ്ങി. വി ആർ ബോട്ട് അറ്റ് എ പ്രൈസ്. വിലയ്ക്ക് വാങ്ങി. 4:5 വാക്യം നോക്കുക. ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി. വെളിപ്പാട് 5:9. നീ അറുക്കപ്പെട്ടു. വിലയ്ക്ക് വാങ്ങി. അവിടെ അല്പം കൂടെ വിശദമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാ വിലയ്ക്ക് വാങ്ങിയത്? നീ അറുക്കപ്പെട്ടത് കൊണ്ട്, നിന്റെ രക്തം കൊണ്ട് നീ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. ഇനിയും അതിന്റെ 14:3. ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരുന്ന. ഒരു കാര്യം വ്യക്തമാ, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ, വില കൊടുത്തു വാങ്ങിയതാ. എന്താ വില?
വില എന്താണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ. 1 പത്രോസ് 1:18-19. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. വിലയേറിയ രക്തം. അപ്പോസ്തല പ്രവൃത്തിയിൽ അതിൻ്റെ 20-ാമത്തെ അധ്യായത്തിലും ഇതേ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. 20:28 രണ്ടാം ഭാഗം. 20:28 രണ്ടാം ഭാഗം. അതിന്റെ മുകളിലുള്ള അതോട് ചേർത്തുന്നു. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. അപ്പൊ വേറൊരു പ്രശ്നം വരുന്നത്, ആർക്കാ വില കൊടുത്തത്? ആരുടെ കയ്യിൽ നിന്നാ മേടിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ആരുടെ കയ്യിൽ നിന്നാ മേടിച്ച്? ആർക്കാ വില കൊടുത്തേ? പറഞ്ഞേ, നമ്മൾ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പിശാചിനോ? ഓക്കെ. അയ്യോ, നിങ്ങൾ ഐ എം സോ പ്രൗഡ് ഓഫ് യു. പക്ഷെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒത്തു വരുന്നില്ലല്ലോ. ആകെപ്പാടെ കൺഫ്യൂഷനാക്കിയില്ലേ? ഓക്കെ, ഇനി കൺഫ്യൂഷനാക്കിയെങ്കിൽ അത് മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് റോമാലേഖനത്തിലേക്ക് നമുക്ക് വരാം. റോമാലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 24-ഉം 25-ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. നോക്കുക. നോക്കുക, ഇവിടെ പല കാര്യങ്ങൾ നമ്മൾ കണ്ടു. 1, വീണ്ടെടുപ്പ്, വിലയ്ക്ക് വാങ്ങി, സ്ലൈവ് മാർക്കറ്റിലുള്ള പദപ്രയോഗമാണ്. 2, പ്രായച്ചിത്തം ചെയ്തു, പ്രൊപ്പീസിയേഷൻ. 3, അതിനുവേണ്ടി പരസ്യമായി ദൈവം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ. ഇതെന്താ ഇതിൻ്റെ അർത്ഥം? വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ അനേക വേദഭാഗങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നതുണ്ട്. ലേവ്യ പുസ്തകം 25:47 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരടിമയെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ചുള്ള പ്രമാണം അവിടെയുണ്ട്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും രക്ഷിച്ചതിനെ ഈ വീണ്ടെടുപ്പെന്നുള്ള പദപ്രയോഗത്തിലാണ് പറഞ്ഞേക്കുന്നത്. പുറപ്പാട് 15:13. യെശയ്യാവ് 43:1 മുതൽ വായിച്ചാൽ ബാബിലോണ്യ പ്രവാസത്തിൽ നിന്ന് ദൈവം അവരെ മടക്കി വരുത്തിയതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നതും ഇതേ പദപ്രയോഗമാണ്. വീണ്ടെടുത്തു, വില കൊടുത്തു, വിലയ്ക്ക് വാങ്ങി. അപ്പൊ ദൈവം വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പെട്ടെന്ന് പറയാം. റോമാലേഖനം താഴോട്ട് 3-ാമത്തെ അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അവിടെ എഴുതിയേക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മളെ അങ്ങനെ വിലയ്ക്ക് വാങ്ങുവാൻ അവിടുന്ന് ചെയ്ത കാര്യമെന്ത്? 26-ാം വാക്യം ശ്രദ്ധിക്കണം. താൻ നീതിമാനും. ആര്? ദൈവം നീതിമാനും. പിന്നെ യേശുവിൽ വിശ്വസിക്കുന്നവനെ ശ്രദ്ധിച്ചേ, ഇത് രണ്ടും കൂടെ ഒക്കത്തില്ല. അതാ വിഷയം. താൻ നീതിമാനാകണം, അതേസമയം യേശുവിൽ വിശ്വസിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യണം? നീതീകരിക്കണം. ഇത് രണ്ടും ഒത്തുപോയെങ്കിലേ പറ്റൂ. അതിന്റെ കാരണം എന്തുവാ? അതിന്റെ 4:5 വാക്യം ഒന്ന് വായിച്ച. റോമർ 4:5. അഭക്തനെ നീതീകരിക്കുന്ന ദൈവം.
ഇത് ദൈവത്തിൻ്റെ ക്യാരക്ടറിന് ചേർന്നതല്ല. എന്തുകൊണ്ടാണ് ചേർന്നതല്ലെന്ന് പറയുന്നത്? കാരണം പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന പ്രമാണം ഞാൻ കുറ്റമുള്ളവനെ എന്ത് ചെയ്യില്ല, നീതീകരിക്കത്തില്ല. ഇസ്രായേലിൻ്റെ ന്യായാധിപന്മാരോട് പറഞ്ഞത്, നിങ്ങൾ കൈക്കൂലി മേടിച്ചേച്ച് കുറ്റം ചെയ്തവനെ നീതീകരിക്കരുത്. ഞാൻ കുറ്റമുള്ളവനെ നീതീകരിക്കുന്ന ദൈവമല്ല. ഇവിടെ പൗലോസ് പറയുകയാണ്, അഭക്തനെ നീതീകരിക്കും. അയ്യോ, the God who justifies the ungodly. ഇതെങ്ങനെയാ പറ്റുന്നത്? 5-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാട്ട്, റോമർ 5 അതിൻ്റെ 8-ാം വാക്യം വായിച്ചേ. നോക്കുക, അപ്പോൾ അഭക്തനെ ദൈവം നീതീകരിക്കത്തില്ല, എന്നാൽ അഭക്തനെ ദൈവത്തിന് നീതീകരിക്കുകയും വേണം. അതിന് ദൈവം എന്ത് ചെയ്തു? നാം പാപികളായിരിക്കുമ്പോൾ കർത്താവിനെ നമുക്ക് വേണ്ടി തന്നു. അപ്പോൾ കർത്താവിനെ നമുക്ക് വേണ്ടി തന്നതിലൂടെ ദൈവം എന്ത് ചെയ്തു? ശ്രദ്ധിച്ചു കേട്ടോ. നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന് മാത്രമല്ല, ദൈവം ക്രിസ്തുവിൽ അങ്ങനെ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമായി, നീതിമാനുമായി. എന്താ അർത്ഥം? നീതിമാനായെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നെ ദൈവത്തിന് നീതീകരിക്കാൻ ഒക്കത്തില്ലല്ലോ. എന്തുകൊണ്ടൊക്കത്തില്ല? ദൈവത്തിൻ്റെ നീതി അതിന് തടസ്സമായി നിൽക്കുന്നു. ശ്രദ്ധിച്ചേ, ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധിയും മരണയോഗ്യനായ എന്നെ നീതീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് കൊണ്ട് ദുഷ്ടനാകുന്ന എന്നെ ദൈവം നീതീകരിച്ചാൽ ദൈവം നീതിമാനാകയില്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിലുള്ള കാര്യമെന്ത്? എന്നെ ദൈവത്തിന് നീതീകരിക്കുകയും വേണം. അതേ സമയം തന്നെ അവിടുത്തെ നീതിയും വിശുദ്ധിയും ബലി കഴിക്കാനും പാടില്ല. അതിൻ്റെ ഉത്തരം എന്ത്? അതിൻ്റെ ഉത്തരം യേശുവിനെ ക്രൂശിൽ പ്രദർശിപ്പിച്ചു. അപ്പോൾ വീണ്ടെടുപ്പിൻ്റെ വിലയെന്ന് പറയുന്നതും അടിമത്വത്തിൽ നിന്ന് നമ്മളെ മേടിച്ചെന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ നീതി എനിക്ക് നീതീകരണം തരാൻ കഴിയാത്തവണ്ണം ദൈവത്തിൻ്റെ വിശുദ്ധി അത്ര ഉയർന്നിരിക്കുമ്പോൾ യേശുവിൻ്റെ നിർദോഷമാകുന്ന രക്തം കാൽവരി ക്രൂശിൽ ചിന്തപ്പെട്ടപ്പോൾ ദൈവനീതി സമ്പൂർണമായും തൃപ്തീകരിക്കപ്പെട്ടു. മനസ്സിലായോ? പിശാചിനല്ല വീണ്ടെടുപ്പ് വില കൊടുത്തത്, ദൈവനീതി. ഞാൻ പാപിയായതുകൊണ്ട് എന്നെ നീതീകരിക്കാൻ ഒക്കത്തില്ല, എനിക്കെതിരാണ്. എന്നാൽ ദൈവത്തിൻ്റെ മഹാസ്നേഹം ഉദിച്ചപ്പോൾ, മഹാകൃപയുദിച്ചപ്പോൾ എൻ്റെ അവസ്ഥയിൽ എന്നോട് ദയ തോന്നിയിട്ട് തൻ്റെ വിശുദ്ധിയും നീതിയും ബലി കഴിക്കാതെ തന്നെ തൻ്റെ നീതിയെ സമ്പൂർണമായി കാൽവറി ക്രൂശിൽ പ്രദർശിപ്പിച്ച് എന്നെ വിലയ്ക്ക് വാങ്ങി. എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് നാം നമുക്കുള്ളവരല്ല, നമ്മളെ വിലയ്ക്ക് വാങ്ങിയവരാ. മനസ്സിലായോ? നാം നമുക്കുള്ളവരല്ലെന്ന് ഓർക്കുമ്പോൾ 2 ചിന്തകൾ മനസ്സിലേക്ക് ഓടി വരണം. ഒരു ചിന്ത, ഞാൻ എനിക്കുള്ളവനല്ലാത്തത് കൊണ്ട്, ഞാൻ മറ്റൊരാളിൻ്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് എനിക്ക് ഈ പ്രോപ്പർട്ടി ഒരു കുറ്റവും കൂടാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. മനസ്സിലായോ? മറ്റൊരാളെന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ പ്രോപ്പർട്ടി. ഏത് പ്രോപ്പർട്ടി? ഈ ശരീരം. ഇത് എനിക്കൊരു കുറവും കുറ്റവും കൂടാതെ സൂക്ഷിപ്പാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. കാരണം ഇത് എൻ്റേതല്ല, ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടയാളാ. ഇനിയും അത് മാത്രമല്ല, വേറൊരു ചിന്തയൂടെയുണ്ട്.
ഞാൻ എൻ്റേതല്ലെങ്കിൽ, ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണെങ്കിൽ, പിന്നെ ഞാനെന്തിനാ വെറുതെ വ്യാകുലപ്പെടുന്നത്? പൗലോസിൻ്റെ ഒരു വാക്കൊന്ന് ശ്രദ്ധിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. ഇതൊരു ഐവറി ടവർ തിയോളജി അല്ല ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു കുഴപ്പവുമില്ല, ഞാൻ പറയട്ടെ, ഒരു കുഴപ്പവുമില്ലാതിരുന്നപ്പം നല്ല സുഖമായിട്ട് ഈസി ചെയറിലിരുന്ന് എഴുതിയതോ പറഞ്ഞതോ അല്ല. പിന്നെയോ വിലങ്ങുവെക്കപ്പെട്ട് എല്ലാവരാലും കുറ്റമാരോപിക്കപ്പെട്ട് റോമാ പൗരനെങ്കിലും തൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുവെക്കപ്പെട്ട് കപ്പലിൽ റോമിലേക്ക് കൈസരെ അഭയം ചൊല്ലുക എന്ന ആ പ്രിവിലേജ് ഉണ്ടായിരുന്നത് കൊണ്ട്, റോമാ പൗരനായതുകൊണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് വിട്ടു. പോയ യാത്രയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. എല്ലാവരും പേടിച്ചു, എല്ലാവരും ഭയപ്പെട്ടു. ചുറ്റുപാടുമുള്ളവർക്കൊക്കെ അവരുടെ ആശ നശിച്ചുപോയി. ആശ നശിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒന്നും തിന്നുന്നുമില്ല, കുടിക്കുന്നുമില്ല, ആഹാരമൊന്നും വേണ്ട, മരണം കാത്തു കിടക്കുക. അങ്ങനെ മരണം കാത്തു കിടക്കുമ്പം പൗലോസ് പറയുന്ന വാക്കാണ് ഇത്. ഏത് വാക്ക്? എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമാകുന്ന എൻ്റെ ദൈവം. മനസ്സിലായോ? ഞാൻ ആരുടേതാ? എൻ്റെ കർത്താവിൻ്റെതാ. ഈ പ്രോപ്പർട്ടി, ഈ ശരീരം, ഇതിനനുബന്ധമായതെല്ലാം, പ്രിയരെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ കർത്താവിൻ്റെതാ. അങ്ങനെയെങ്കിൽ എന്തിനാ കർത്താവ് കാര്യം ചെയ്യാൻ അങ്ങ് ഏൽപ്പിച്ചേച്ച് കർത്താവിൻ്റെ കാര്യം അന്വേഷിക്കുന്നതല്ലേ നല്ലത്? അതോ ജീവിതം മുഴുവൻ ഈ കാര്യം അന്വേഷിച്ച് നിങ്ങൾ ദുഃഖിതരായി വഞ്ചിക്കപ്പെട്ട് ആത്മസന്തോഷമില്ലാതെ ഇങ്ങനെ കഴിയുന്ന ഈ അവസ്ഥ വിട്ടിട്ട് ദൈവകാര്യം അന്വേഷിക്ക്, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ഏൽപ്പിച്ച കാര്യം ചെയ്യ്. ദൈവം നോക്കാൻ വിശ്വസ്തനാ. ശ്രദ്ധിച്ച സഹോദരിമാരെ, ഇങ്ങോട്ട് നോക്ക്. ദൈവം ചെയ്യുവാൻ വിശ്വസ്തനാ. The Lord is able to fulfill. ദൈവം എന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യുവാൻ വിശ്വസ്തനാ. എല്ലാ കാര്യങ്ങളും കർത്താവിൽ കൊടുക്കാൻ നമുക്ക് കഴിയണം. കാരണം ചങ്കിലെ ചോര തന്ന് എന്നെ വീണ്ടെടുത്തെങ്കിൽ ജീവിതത്തിലെ ഏത് കാര്യമാണ് കർത്താവിന് ചെയ്യാൻ കഴിയാത്തത്? ഏത് കാര്യമാണ് കർത്താവിന് ചെയ്യാൻ കഴിയാത്തത്? നമ്മൾ കർത്താവിൻ്റെ വകയാണെന്നുള്ള ആ ചിന്ത ഉള്ളിലേക്കൊന്ന് കയറട്ടെ. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വലിയ വ്യത്യാസമുണ്ടാകും, നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസമുണ്ടാകും. നമുക്ക് നിത്യതയെക്കുറിച്ചും കർത്താവിനോടുള്ള ഒരു സ്നേഹം നമ്മിലുണ്ടാകും. എൻ്റെ ഉടയവൻ, ഞാൻ സേവിച്ച് നിൽക്കുന്നവൻ, എനിക്ക് വേണ്ടി വില കൊടുത്തവൻ, തൻ്റെ രക്തം തരാനും മടിയില്ലാത്തവൻ, ജീവൻ തന്നെ സ്നേഹിച്ച ഇതുപോലെ ഒരുവൻ എവിടെയുണ്ട്? ഒരിടത്തുമില്ല. നീതിമാന് വേണ്ടിയും നല്ലവർക്ക് വേണ്ടിയും ഒരു പക്ഷേ ചിലർ മരിക്കാൻ തയ്യാറായേക്കാം. എന്നാൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ നാം നിരന്ന ശേഷം എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ കരുണയും കരുതലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നോക്കുക, ദൈവമകനോ മകളോ ആയ ശേഷം എത്രയധികമായി കരുതുവാൻ ദൈവം വിശ്വസ്തനാണ്. ഈ ചിന്ത ഹൃദയത്തിലോട്ടൊന്ന് വരണം. നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. അതുകൊണ്ട് ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എന്തിനാ ഈ ശരീരം? ഈ ശരീരം ദുർനടപ്പിനല്ല. ഈ ശരീരം എനിക്കിഷ്ടതുപോലെ ചെയ്യാനുള്ളതല്ല. ഈ ശരീരത്തെ മയക്കുമരുന്ന് കൊണ്ടോ മദ്യം കൊണ്ടോ നശിപ്പിക്കാൻ എനിക്ക് അവകാശമില്ല. അതുമാത്രമല്ല, യാതൊരു അശുദ്ധിയോ ദുർനടപ്പോ ഈ ശരീരത്തിൽ വരാൻ എനിക്കതിന് അധികാരമില്ല. ഇറ്റ് ബിലോങ്സ് ടു ഹിം. കർത്താവിൻ്റെതാ. അതുമാത്രമല്ല, അത് നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞു. പോസിറ്റീവായിട്ട് മറ്റൊരു കാര്യം കൂടെയുണ്ട്. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം, അതുകൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 5 മുതൽ ഉള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. എബ്രായർ
ആ ആ യെസ് ആ യെസ്. നോക്കുക, ഇവിടെ മിശിഹയുടെ വാക്കുകളായിട്ടാണ് പറയുന്നത്. നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ച്, ക്രിസ്തു വന്ന് പിറന്ന ഈ ശരീരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. അവിടുന്ന് പാപയാഗവും ഹോമയാഗവും സർവാംഗ ഹോമവും വഴിപാടും ഒന്നുമല്ല അവിടുന്ന് ആഗ്രഹിച്ചത്. പക്ഷെങ്കിൽ ഒരു കാര്യം ചെയ്തു. ദൈവമേ, ഒരു ശരീരം എനിക്കായി ഒരുക്കിയേക്കുന്നു. ആ ശരീരം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. ആ ശരീരത്തിൽ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. അപ്പൊ ഈ ശരീരം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ദുർനടപ്പ് ഒഴിവാക്കുക എന്ന് മാത്രമല്ല, പോസിറ്റീവായിട്ട് ദൈവ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമി നമ്മെ ആക്കിയേക്കുന്നത്. ഈ ശരീരം എന്നുള്ളത് ദൈവ ഇഷ്ടം ചെയ്യാനുള്ളതാ. ഹല്ലേലൂയ. അതിനെ ദുർനടപ്പിൽ നിന്നും അശുദ്ധിയിൽ നിന്നും സൂക്ഷിക്കുക മാത്രമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ഈ ശരീരത്തിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ കൈയായിട്ട്, ദൈവത്തിൻ്റെ കാലായിട്ട്, ദൈവത്തിൻ്റെ കണ്ണായിട്ട്, ദൈവത്തിൻ്റെ ചെവിയായിട്ട്, ദൈവത്തിൻ്റെ നാവായിട്ട് ഈ ഭൂമിയിൽ എന്നെ ആക്കി വെച്ചേക്കുക. മനസ്സിലായോ? ദൈവമേ, ഒരു ശരീരം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. ആകയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാലും, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകിയാലും, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ചു.